ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതെ വെൽക്കം ടു റെസ്റ്റിന് ശേഷമുള്ള കോളേജ് പോകും. ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കോളേജ്. ചെരുപ്പിട്ട് നടക്കാൻ ഒരു ഗുമ്മില്ലാത്തതുകൊണ്ട് ഞാൻ ചെരുപ്പ് ഊരി നടക്കും. അല്ലാണ്ട് എനിക്ക് വേദനായിട്ടൊന്നല്ല. ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് പീരീഡ് തുടങ്ങി. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുത്തൻ കയറിയിരുന്നു. എന്താ ഓന്റെ കിളി? ഞാൻ ഇപ്പൊ ചാവാഞ്ഞിട്ടാണോ? സെക്രുവിന്റെ പണിയിലാണ്. ഓണം ഫണ്ട് കളക്ഷൻ. അപ്പോൾ നമ്മളെ ജൂനിയേഴ്സ് കയറി. നാളത്തെ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഓപ്പൺ ക്ലാസ്സും കഴിഞ്ഞ് ഫുഡും കഴിച്ച് കുറെ എണ്ണം ഇവിടെ അസൈൻമെന്റ് എഴുതി. അതിന്റെ ഇടയ്ക്ക് സൊബി ഇവിടെ തട്ടുകടയിലെ ഫുഡ് ഉണ്ടാക്കൽ എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കും. എക്സ്പീരിയൻസ് ഉണ്ടാന്ന് പഠിച്ചോ. ലഞ്ചിന് ശേഷമുള്ള ക്ലാസ്സും കേട്ട് കഴിഞ്ഞ് പിന്നെ ഞാനും അസ്നിയും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കോളേജ് കയറില്ല, ഞാനെന്താ അവളെ ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മളെ കോളേജിൽ ഓണം പ്രിപ്പറേഷനിലാണ് എല്ലാവരും. കുറെ എണ്ണം മൈലാഞ്ചിന് ഇവിടെ നെയിം റിവീലിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കൂടി അങ്ങനെ ആ ഒച്ചപ്പാടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കണം, നമ്മളെ മിസ്സിനെ ഞാൻ കാണുക കുറെ കാലത്തിന് ശേഷം. അങ്ങനെ മിസ്സിന്റെ കൂടെ ഒരു ഫോട്ടോ. ഇത് നമ്മളെ ശരവണൻ സാറാണ് കേട്ടോ. ഹീസ് എ ഡാൻസ് മാസ്റ്റർ. വേറെ കൂടുതലായിട്ട് നാളെ നമുക്ക് പറ്റും. പിന്നെ കുറച്ച് നേരം നമ്മൾ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ചെരുപ്പ് തൂക്കി പോവുകയാണ്, സുഹൃത്തുക്കളെ പോവുകയാണ്. അങ്ങനെ ഞാനും അസ്നി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മളെ സാർമാരെല്ലാവരും പിന്നെ ആക്സിഡന്റിന്റെ വിശേഷം ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയ പറഞ്ഞത് അവിടെ പോർട്ടിക്കോയിലെ പൂക്കളുടെ ആളെ ഡിസൈൻ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടി പോയി കണ്ടു. 4 ആളാണ് ഇതിന്റെ ആൾക്കാർ. ഒരാളും കൂടി ഇവിടെ മൈലാഞ്ചി തുടങ്ങാൻ കിടവളില്ല. പിന്നെ കോളേജ് ഗേറ്റിന്റെ പുറത്തിറങ്ങിയപ്പോൾ എക്കണോമിക്സിലെ സുന്ദരികളെ കണ്ടു. നാളത്തെ പരിപാടിക്ക് വേണ്ടി എല്ലാവരും മൈലാഞ്ചി കിട്ടുന്നു. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോണ്ട് ഒരുത്തന്റെ ഒരു ഡയലോഗ്. അതെ, ഇവിടെ അക്ഷയ് തന്നെ. ഓനക്ക് വിരാട് കോഹ്ലി മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ മെയിൻ ആവും. ഒരു ദിവസം കഴിയണമെങ്കിൽ എന്തെല്ലാം കേൾക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യാം.